ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എവിടെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ചെറിയൊരു സപ്പോർട്ട് തരണേ. നിങ്ങൾ ഓരോരുത്തർ സബ്സ്ക്രൈബ് ചെയ്താലാണ് ഇനി എനിക്ക് വീഡിയോസ് ചെയ്യാനൊക്കെ ഒരു പ്രചോദനം കിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് പുറത്ത് പോയി വരാൻ പറഞ്ഞ് അങ്ങനെ നേരെ പോയത് ഹൈലൈറ്റ് മാളിലേക്കാണ്, കോഴിക്കോടുള്ള. ഇപ്പോൾ കോഴിക്കോട്ടേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുന്നുണ്ട്. നമ്മൾ സാധാരണ പോണ റൂട്ടിലല്ല ഇന്ന് എത്തിക്കണത്. എന്തായാലും അൽഹംദുലില്ലാഹ് അധികം നേരം വൈകാണ്ട് തന്നെ നമ്മൾ ഹൈലൈറ്റ് മാളിലെത്തി. പിന്നെ അവിടെ നമ്മൾ കുറച്ച് ഷോപ്പിലൊക്കെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ എടുക്കുക എന്നുള്ള രീതിയിൽ ഒന്ന് കയറി നോക്കി. പിന്നെ പോണ വഴിയിൽ മറ്റേ ടോയ് കാർ കണ്ടപ്പോൾ അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് മോളൊറ്റ വാശി. അപ്പോൾ കയറ്റി കൊടുത്തു. പക്ഷേ ഒന്നങ്ങണ്ട് വണ്ടി ഒന്ന് പോയി തുടങ്ങിയപ്പോൾ തന്നെ അവൾ കരച്ചിൽ തുടങ്ങി. അവൾക്ക് പേടിയാണ് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ആ പൈസ പോയി എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ പറഞ്ഞ് നമുക്ക് ഉമ്മനൊന്ന് ഇരുത്തി വയ്ക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മോൻ ഇരുത്തിയത്. അവന് പിടിച്ച് നിൽക്കുന്ന പ്രായമായി. അതുകൊണ്ട് തന്നെ അവനെ സ്റ്റെയറിങ് പിടിച്ചവിടെ നിന്ന് അവനക്ക് ഭയങ്കര രസം. അവന് ഭയങ്കര ചിരി. ഈ കുഞ്ഞു മക്കൾ ചിരി കണ്ടാൽ മനസ്സ് ഒന്ന് റിലാക്സ് ആവുന്നതൊക്കെ ശരിയാട്ടോ. ഇവൻ്റെ ചിരി കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യലുണ്ട് ഒരു സമാധാനം. അത്രയും ആ റൗണ്ട് മൊത്തം അവനതിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഓടി. പിന്നെ അവൻ്റെത് കണ്ടിട്ട് പിന്നെ ഞാനൊന്ന് കയറിക്കോളാന്ന് പറഞ്ഞിട്ട് മോളും കയറ്റി. എന്നാലും അവൾക്ക് പേടി തന്നെ, അവൾ കരയ തന്നെ. പക്ഷെ എന്നാലും കുറച്ച് സമയമൊക്കെ അവൾ അതിൽ എൻജോയ് ചെയ്ത്. പിന്നെ ഇപ്പോൾ അധികം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമല്ലേ, നല്ലൊരു ഡ്രസ്സ് ഉണ്ടാവുള്ളൂ. മറ്റേത് നമ്മൾ വെറുതെ പോവുക വരിക, അതിൽ പ്രത്യേകിച്ചൊരു കാര്യമില്ല. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കുക നല്ല ഡ്രസ്സാണ്. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുക, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിച്ചാൽ മതി. നമ്മളെപ്പോഴും വരുന്നൊരു മോളാണ് ഹൈലൈറ്റ് മാള്. അധിക നേരം നമ്മൾ വരാറുണ്ട്. പിന്നെ ഇവിടെ അധികം തിരക്കൊന്നുമില്ല. വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മൾ വന്നു. ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്നുള്ള രീതിയിലായിരുന്നു. എങ്ങനെ നമ്മൾ മുകളിലെത്തിയാലും ഫസ്റ്റ് നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് എത്തുക. പക്ഷേ ഫുഡ് കോർട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ 2-3 ഷോപ്പ് വേണം. അപ്പോൾ അതിലൊന്ന് കയറി R&B ഞങ്ങൾ കയറി നോക്കി. മോൾക്ക് നല്ല ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ട്. പക്ഷേ മാക്സിൽ എന്തോ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അതിലും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മക്കളുടെ കേട്ടോ, രണ്ടാളും നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശല്യമാവുന്നുണ്ടോ? പിന്നെ ഞങ്ങൾ R&B കയറി. അവിടുന്ന് ഫുഡ് കോർട്ടിലേക്ക് എത്തി. അവിടെ KFC കണ്ടു, കഴിച്ചിട്ട് പോവാമെന്നായി. ഉപ്പ KFC ഓർഡർ ചെയ്യാൻ പോയ സമയം ഞാൻ ഒരു പിസ്സയും ഓർഡർ ചെയ്തു. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ രണ്ടും ഇഷ്ടമായില്ല. പണ്ടത്തെ KFCൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ പിസ്സ ഹട്ടിൽ നിന്നാണ് ഞാൻ പിസ്സ ഓർഡർ ചെയ്തത്. ഏറ്റവും നല്ല പിസ്സ നോക്കിയിട്ട് ഓർഡർ ചെയ്തത്. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമായില്ല. പിന്നെ എനിക്ക് എപ്പോഴും ഡോമിനോസിൻ്റെ പിസ്സ ഇഷ്ടപ്പെടാറുണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചതെന്ന് പറയാനില്ലേ, കഷ്ടപ്പെട്ട് കഴിച്ചെന്ന് തന്നെ വേണം പറയാം. എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. അതിനേക്കാളും ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്ത് ചിക്കനിൽ. ഓക്കെ. പിന്നെ ലൈബുവിന് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് കണ്ട പിന്നെ അവൾക്ക് ഒന്നും വേണ്ട, അത് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പിസ്സയും കഴിച്ച് ഫ്രൈസും കഴിച്ച് കുറച്ച് അനിയൻക്ക് പാർസലും വാങ്ങി. ഒരു പോണ വഴിയിൽ ഞാനൊരു മിൽക്ക് ചോക്ലേറ്റ് കണ്ടപ്പോൾ എനിക്കത് കഴിക്കാൻ പുതിയപ്പോൾ ഞാൻ അതും വാങ്ങി കഴിച്ച്. പിന്നെ മാക്സിൽ നിന്ന് എനിക്കൊരു ബാഗ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോണിലൊരു ഫോട്ടോ എടുത്ത്. അപ്പോൾ നമ്മൾ വീട് R&B തന്നെ കേട്ടോ ഡ്രസ്സ് എടുത്തത്. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.